ഹായ് ഓൾ, മിഡ് ഡോക്ടറിൻ്റെ വീക്കിലി അനസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നമ്മളൊരു കുഞ്ഞൊരു പഠനം കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ നടത്തുകയാണ്. കാരണം നമ്മൾ ഇപ്പം ഈ നടക്കുന്ന ഓൺഗോയിങ് സംഭവവികാസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുകൂടെ കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിലും എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കത്തും. ന്യൂസുകൾ കേൾക്കുമ്പോഴും മറ്റു കാര്യങ്ങളും വായിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് എനിക്ക് പറയണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇച്ചിരി ചിലപ്പോൾ വീഡിയോ നീണ്ടുപോകും. നിങ്ങൾക്ക് പഠിക്കേണ്ടവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടവർക്കും ഒന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചർച്ചയാണ്, ഈ യുദ്ധത്തിനിടയിലുള്ള ഏറ്റവും വലിയൊരു ചർച്ചയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ്, ഇല്ലേ? ഹോർമോസ് കടലെടുക്ക്. അപ്പം ഈ ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ നെടുംതൂണാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ്, അല്ലേ? ഇപ്പോൾ അത് ഇറാൻ്റെ അധീനതയിലാണ്. ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അമേരിക്ക പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന എല്ലാ ഷിപ്മെൻറ്റ്സുകൾക്ക് ഒരു ത്രട്ട് ഇറാൻ്റെ വകയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ത്രട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഏരിയയിലെ അതിൻ്റെ മേധാവിത്വം വേറെ ആരെങ്കിലും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ആ ത്രട്ട് മാറൂ എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അത് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെ മേധാവിത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. മനസ്സിലായി? അത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോവുകയാണെങ്കിൽ എത്രത്തോളം ശ്രമകരമാണെന്നും അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്നും അതിന് ഭാവിയിൽ എന്താണ് ഉള്ള പോംവഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഭാഷ്യത്തിൽ ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വിശദീകരണം, അതിനുശേഷം നമുക്ക് വീക്കിലി അനസിലോട്ട് വരാം. കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീക്കിലി അനസിലോട്ട് വരാം. എങ്കിലും എനിക്കിത് പറയണം, കുറേ ദിവസം കൊണ്ട് ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൻ്റെ ചരിത്രത്തിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം. അപ്പം നിങ്ങൾ കാണുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഒരു പടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് അറേബ്യൻ സീ ആണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് അറേബ്യൻ സീ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന സംഭവവികാസങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ്, അതായത് അറേബ്യൻ സീ. ഈ കാണുന്ന ഈ സംഭവങ്ങളാണ് ഈ സംഭവമാണ് അറേബ്യൻ സീ. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ഓക്കെ, അപ്പോൾ ഈ നീണ്ടു നിവർന്ന് കിടക്കുക. അതിൽ ഈ കാണുന്ന ഏരിയയാണ് എന്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ്. ഈ കാണുന്ന ഈ പറയുന്ന ഒരു മുനമ്പ്, ഈ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ ഇത്രയും നാളുകളിലുള്ള ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇതാണ് ഈ ബ്ലൂ കളറിലാണ്, ഇതാണ് ഇറാൻ, ഇല്ലേ? ഈ ഇറാൻ്റെ നിങ്ങൾ ഈ അറേബ്യൻ സീ, ഇത് പേർഷ്യൻ ഗൾഫ്, അതായത് ഈ ഇറാനോട് ചേർന്ന് കിടക്കുന്നതാണ് ഇതിന് പേർഷ്യൻ ഗൾഫ് സീ എന്ന് പറയുന്നത്. ഇത് അറേബ്യൻ സീ ആണ്. ഈ അറേബ്യൻ സീയുടെ എക്സ്റ്റൻഷനാണ്. ഇതിങ്ങനെ പോയി ഈ ഇന്ത്യയോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ നമുക്ക് അത് ഞാൻ പിന്നെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഈ പേർഷ്യൻ ഗൾഫിൻ്റെ ഈ അറേബ്യൻ സീയുടെ ബോർഡർ നോക്കി, ഇതിൻ്റെ അതായത് ഇതിൻ്റെ തീരം നോക്കിയേ, ഇത് ഇറാനാണ്, അല്ലേ? ഇതിൻ്റെ തീരം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നീണ്ടു നിവർന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലിയ സംഭവമാണ്. ഇത്രയും തീരമുണ്ട്. അറേബ്യൻ സീയുടെ തീരം ഓൾമോസ്റ്റ് ഇറാനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇത് ഏകദേശം ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 1700 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോണം, ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 1700 കിലോമീറ്റർ തീരമുണ്ട് ഇറാന്. ഈ പേർഷ്യൻ ഗൾഫ് അല്ലെങ്കിൽ അറേബ്യൻ സീ എന്ന് പറയുന്ന ഈ ഓഷ്യൻ്റെ തീരം എന്ന് പറയുന്നത് 1700 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ മുനമ്പില്ലേ, ഈ മുനമ്പ് തന്നെ ഉണ്ട് 300 കിലോമീറ്റർ. മനസ്സിലായോ? ഇവിടുന്ന് ഈ പറയുന്ന ഈ ചുനിപ്പ്, ഈ മുനമ്പ് മാത്രം
300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, ഇത് പിടിച്ചടക്കാൻ പോയാൽ എന്തുമാത്രം എഫേർട്ട് ഇവിടെ വേണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു. 300 കിലോമീറ്റർ തീരം പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. ചിന്തിച്ച് നോക്കിക്കേ. അതായത് 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം തിരുവനന്തപുരം മുതൽ ഏകദേശം തൃശ്ശൂർ ജില്ല വരെ, ക്ലിയറായിട്ട് പറയുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ല മുതൽ തൃശ്ശൂർ വരെ ഉള്ള തീരം പിടിച്ചടക്കണം. അത്രയും ഭാഗം പിടിച്ചടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം സൈനിക വിന്യാസം വേണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു 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 പിക്ചർ പിടികിട്ടിയോ? ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ ഈ 300 കിലോമീറ്റർ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പിടിച്ചടക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഓക്കെ, ഈ 300 കിലോമീറ്റർ പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സൈനിക വിന്യാസം വേണമെന്ന് ഞാൻ ജസ്റ്റ് ചിന്തിച്ചു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പിടിച്ചടക്കും ഞങ്ങൾ ഇപ്പോൾ അക്വയറി എന്ന് പറയും. പക്ഷേ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഉള്ള സ്ഥലം പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സൈനിക വിന്യാസം വേണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ? പ്രത്യേകിച്ച് കടൽ തീരം. മനസ്സിലായോ? അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫിൻ്റെ തീരം മുഴുവൻ കൈയടക്കിയേക്കുന്നത് ഇറാനാണ്, ഇല്ലേ? 1700 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഈ 1700 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയാണോ? അല്ല. അപ്പം അതുകൊണ്ടാണ് ഇതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ആക്രമിക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്രയും ഭാഗം ആക്ച്വലി ഇത് ഞാൻ ഗൂഗിൾ മാപ്പിലൂടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ആ ഗൂഗിൾ മാപ്പിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ കാണുന്നതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. ഓക്കെ, ഗൂഗിൾ മാപ്പ് ഇതിനകത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ഞാൻ ചെറുതാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഈ പറയുന്ന ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ഇല്ലേ? ഇന്ത്യ കിടക്കുന്നത് എവിടെയാണ്? ഇന്ത്യ കിടക്കുന്നത് ഇവിടെയാണ് ഞാൻ താമസിക്കുന്ന കുവൈറ്റ് ഉള്ളത്. ഓക്കെ, ഇവിടുന്ന് ഇതിൻ്റെ തീരം കണ്ടോ? തീരം ഇത്രയും ഇങ്ങനെ ഇവിടം വരെ. ഇതാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇവിടം വരെയാണ് ഇറാൻ്റെ ബോർഡർ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ, പഠിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഏകദേശം 1700 കിലോമീറ്റർ. സംശയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും. അതാ നോക്കിക്കേ, ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 1572. ഇത് നമ്മൾ ചുമ്മാ ഇതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് അളന്നുകൊണ്ട് ഇതിങ്ങനെ തീരെ അളക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1700 കിലോമീറ്റർ വരും. നോക്കിക്കേ, കണ്ടോ? 1572 കിലോമീറ്റർ നമ്മൾ ചുമ്മാ അത് ഗൂഗിൾ മാപ്പിൽ അളന്ന് നോക്കിയപ്പോൾ തന്നെ. അപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ഈ ചുവനപ്പ്, ഈ മുനമ്പ് കാണുന്നില്ല, ഇത്രയും ഭാഗം നമുക്ക് അളന്ന് നോക്കാം എത്രയാണെന്നുള്ള കാര്യം. എത്ര ഉണ്ട്? 188 ഉണ്ടോ? 350 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ഭാഗമാണ് ഇതാണ് പിടിച്ചടക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. 350 ഭാഗം, ഈ 350 കിലോമീറ്റർ പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം എഫേർട്ട് വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എവിഡൻസോടുകൂടെ നിങ്ങൾക്ക് കാര്യം ഓൾറെഡി മനസ്സിലാക്കി തന്നു. ഇനി ഓക്കെ, അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇവിടെ പറയാം. ഇനിയിപ്പോൾ നോക്കിക്കേ, ഇനിയിപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗൾഫ് മുഴുവൻ കിടക്കുന്നത്, ഇല്ലേ? കുവൈറ്റ് കിടക്കുന്നു, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത്. മസ്കറ്റ് മാത്രമേ ഉള്ളൂ കുറച്ചിങ്ങോട്ട് മാറി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അടി കൂടുതൽ കിട്ടാത്തതും. കാരണം അവർക്ക് വലിയ പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്കെല്ലാം, ഈ ഗൾഫിൽ കിടക്കുന്ന എല്ലാവർക്കെല്ലാം പ്രശ്നം. ഇത് നോക്കിക്കേ, ഇവിടെ കുവൈറ്റ് കിടക്കുന്നു, ഇല്ലേ? അപ്പം ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ കിടക്കുന്നത് ഇതാ ഇന്ത്യ, ഇല്ലേ? നമ്മുടെ ഗുജറാത്ത് ഇവിടെ വരണം. നമ്മുടെ ഈ ക്രൂഡ് ഇവിടുന്ന് വാങ്ങിച്ച് ഗുജറാത്തിലെ ഈ പ്ലാന്റിൽ നമ്മുടെ ഓയിൽ റിഫൈനറിയിൽ എത്തണം. റിലയൻസിൻ്റെ മുംബൈയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലാണ് കൂടുതലും. ഗുജറാത്തിൽ എത്തണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഈ സാധനം ഇവിടെ എത്തണം എന്നുള്ള നൂലാമാലകൾ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഇപ്പോൾ നമ്മൾ കുവൈറ്റിൽ നിന്ന് മേടിച്ചാലും, ബഹ്റൈനിൽ നിന്നായാലും, ഖത്തറിൽ നിന്നായാലും, UAE നിന്നായാലും ഈ സാധനം വാങ്ങിച്ച് നമ്മൾ ഇവിടം കടക്കണം. ഇവിടം കടന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഗുജറാത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഓയിൽ മാത്രമല്ല, പല ട്രാൻസ്പോർട്ടേഷൻസും ഈ ഷിപ്മെൻറ്റും ഗൾഫിൽ നിന്നുള്ള പല ഷിപ്മെൻറ്റും എല്ലാം ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ഇറാൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഇപ്പം ഇന്ത്യ ആയാലും പാകിസ്ഥാൻ കിടക്കുന്നത്. പാകിസ്ഥാൻ പിന്നെ ഇങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഗൾഫിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ശ്രീലങ്ക ആയാലും ആരായാലും നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ
ഈ തടസ്സം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിപ്പം ഇവിടെ വലിയ യുദ്ധം നടക്കും, അല്ലെങ്കിൽ ഇനി ഈ യുദ്ധം ഒഴിവാക്കി വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യു എ ഇ പിന്നെ മുൻകൈ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബൈപ്പാസ് പണിയാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് UAE ഏകദേശം 100 ബില്യൺ ചിലവാക്കി ഇവിടുന്ന് ഒരു കനാല് ഇവിടുന്ന് ഇങ്ങോട്ട് മുറിച്ച് പണിയാനുള്ളൊരു പ്ലാൻ തയ്യാറ്. പക്ഷേ അത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കേസൊന്നുമല്ല, വർഷങ്ങളെടുക്കും അത് നടക്കാൻ. പക്ഷേങ്കിൽ ഭാവിയിൽ ഇങ്ങനൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി UAE മുൻകൈ എടുത്തിട്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലും കൂടെ മുൻകൈ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനൊരു കീറി മുറിച്ച് ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് ഈ കനാല് ഇവിടുന്ന് ഈ വഴി ഷിപ്മെൻറ്റ് പോകാനുള്ളൊരു സംഭവം. അപ്പം ഇവിടെ ഒരു പ്രശ്നങ്ങൾ വരത്തില്ല, ഇങ്ങനെ പോകാനുള്ളൊരു സെറ്റപ്പാണ് ഇപ്പം നിലവിൽ UAE പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇനിയിപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പറയുമ്പോഴും അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ പോകുന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്നും ഇറാൻ ഇതിൻ്റെ തീരം, നമ്മുടെ ഈ അറേബ്യൻ സീയുടെ തീരം എന്തുമാത്രം കൈയടക്കി വെച്ചിട്ടുണ്ടെന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്തുമാത്രം ദൂരം ഉണ്ടെന്നും ഒക്കെ ഈ ന്യൂസുകൾ കേൾക്കുമ്പം നിങ്ങളുടെ തലയിൽ ഓടിയെത്തണം. അതിനുവേണ്ടി ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിച്ച് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ നമ്മൾ എങ്ങനെ, ഇന്ത്യയുടെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, ഇന്ത്യ എങ്ങനെ ഓയിൽ ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതിന് അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പം കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനിയിപ്പം ആനുകാലിക സംഭവങ്ങളിലോട്ട് വരാം, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ന്യൂസുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുക എന്നുള്ളതാണ് ഇല്ലേ. ഓരോ പഠനവും നമുക്ക് വേസ്റ്റ് അല്ല ഇല്ലേ. ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് പറയേണ്ട യാതൊരു കാര്യമില്ല, പക്ഷേങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിലവിലുള്ള ന്യൂസുകൾ നമുക്ക് നോക്കാം. നിലവിലുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേസ്റ്റ് കണ്ടീഷനാണ് നിലവിലുള്ള അവസ്ഥ. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം US-ൻ്റെ പുതിയൊരു പടക്കപ്പലൂടെ മിഡിൽ ഈസ്റ്റിലോട്ട് വരുന്നുണ്ട്. ട്രിപ്പോളി എന്ന് പറഞ്ഞൊരു പടക്കപ്പലോട് വരുന്നുണ്ട്. അതിനകത്തിൽ ഏകദേശം 3500 സോൾജിയേഴ്സ് ഉണ്ട്, മറൈൻസ് ഉണ്ട്. ഓക്കെ, സോൾജിയേഴ്സ് ഉണ്ട്. ഓൾറെഡി 2000 സോൾജിയേഴ്സ് മറൈൻസ് ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം രണ്ടും കൽപ്പിച്ചുള്ളൊരു പുറപ്പാടാണ് എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാൻ ഉള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പം IRGC ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, US-ഉമായിട്ട് യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് പറയുന്നത്. പിന്നെ അവർ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ജസ്റ്റ് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് വരുവാണെങ്കിൽ അവരുമായിട്ട് വേണമെങ്കിൽ ചെറിയൊരു ചർച്ച നടത്താം എന്നൊരു ഹിൻറ്റ് മാത്രമാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേറെ യാതൊരു അലൈസുമായിട്ടും ഒരു ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവരുടെ സ്റ്റീൽ പ്ലാന്റുകളെ പിന്നെ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ്റെ. അപ്പം അതിന് പകരമായിട്ട് പിന്നെ ഗൾഫിലുള്ള സ്റ്റീൽ പ്ലാന്റുകളെ, ഇസ്രായേലുള്ള സ്റ്റീൽ പ്ലാന്റുകളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അത് ഒരു ആശങ്കയാണ്. അപ്പം അടി ഏതൊക്കെ സൈഡിൽ കൂടെ വരുന്നുള്ള കാര്യം അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുവൈറ്റിനെയും നല്ല രീതിയിൽ ആക്രമിച്ചിരുന്നു. പറഞ്ഞല്ലോ, അവരുടെ ഫ്യൂൽ ടാങ്കൊക്കെ കത്തി. ഇന്നലെയാണ് അതിൻ്റെ തീ 56 മണിക്കൂർ ശേഷമാണ് ആ തീ അണയ്ക്കാൻ പറ്റിയത്. ഇന്ന് രാവിലെയും ഭയങ്കര കണ്ടിന്യൂസ് അലാമായിരുന്നു. നല്ല രീതിയിൽ ഇൻ്റർസെപ്ഷൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേട്ടു. ഭയങ്കര പ്രശ്നങ്ങൾ കലുഷിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്തിൽ ഇനിയിപ്പം സമവായത്തിൻ്റെ വാതിലുകളൊക്കെ ഓൾറെഡി കൊട്ടിയടച്ചു. ഇനിയിപ്പം രണ്ടിലൊന്ന് തീരുമാനിക്കാതെ ആരും പിന്മാറില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പം ഇറാൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് ഇനി ഒന്നും ചിന്തിക്കാനുള്ള കാര്യമില്ല. മാക്സിമം നാശനഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വരുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ അപ്പം അമേരിക്ക എങ്ങനെയെങ്കിലും ഇവരെ തീർക്കുക എന്നുള്ള ചിന്തയാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇന്ന് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ, ഗൾഫിലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പിന്നെ അടിക്കും, അവരാക്രമിക്കും എന്നൊരു ഹിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ റഷ്യ അമേരിക്കയായിട്ട്
ഞങ്ങളൊരു ഫ്രണ്ട്ലി മാനറിൽ മുന്നോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു ന്യൂസ് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിലൊരു കലുഷിതമാണ്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ എനർജി പ്ലാൻസ്, അതായത് LNG ആണെങ്കിൽ അവർ ഏപ്രിൽ വരെയാണ് ഹോൾഡ് ചെയ്തിരുന്നത്. ഓക്കെ, അത് വീണ്ടും മെയ്യിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും. അപ്പോൾ അതനുസരിച്ച് ഗ്ലോബലി എനർജിക്ക് പല വിഷയങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, റഷ്യ ഏപ്രിൽ മുതൽ പിന്നെ അവരുടെ ഓയിൽ കൊടുക്കുന്നത് റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു സംഭവം വന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നകലുഷിതമാണ് ലോകം. ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഗൾഫിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗൾഫിനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും, ഞാൻ എൻ്റെ ഒരു ക്ലിപ്പിങ്ങൊക്കെ, ഞാൻ ഇന്നലെ ലുലു പോയിട്ടുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നു വിലക്കയറ്റം ഇല്ല എന്ന്. പക്ഷെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഇരട്ടി പൈസയായി. ഉള്ള കാര്യം പറയുക, ഇരട്ടി പൈസ. ഇന്നലെ ഞാൻ ലുലു പോയി. ഇന്ന് ഞാൻ വെരി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ദൈനംദിനം നമ്മുടെ സാധാരണക്കാരുടെ കാര്യമായി പറയുന്നത്. ഈ ഇന്ത്യൻ പച്ചക്കറി ഇവിടെ എല്ലാം സാധാരണഗതിയിൽ 850 ഫിൽസാണ് ഇന്ത്യൻ പച്ചക്കറികൾക്ക് സാധാരണഗതിയിൽ ഇവിടെ ഉള്ളത്. 850 മുതൽ 1 ദിനാർ വരെയാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ അറിയാത്തവർക്ക് കൂട്ടിക്കോണം, ഇൻറ്റു 305. നിലവിൽ 1 ദിനാർ എന്ന് പറയുന്നത് 305 രൂപയാണ് ഇപ്പം നിലവിൽ. ഓക്കെ, അപ്പോൾ 850 ഫിൽസ് എന്ന് പറയുമ്പോൾ 0.85 × 300 ഏകദേശം നേരത്തെ ഒരു 250, 260, 270 രൂപയുള്ളായിരുന്നു 1 കിലോ പച്ചക്കറിക്ക്, ഇന്ത്യൻ പച്ചക്കറിക്ക്. കണക്ക് കൂട്ടിക്കണം, 270, 280 രൂപ ആ റേഞ്ചിലേ ഉള്ളായിരുന്നു. ഓക്കെ, ഇപ്പം നിലവിൽ ഇന്ത്യൻ പച്ചക്കറിക്കെല്ലാം 1,800. അതായത് അതിന് ഇരട്ടിയിൽ കൂടുതൽ വിലയായി. ഞാൻ ഇന്നലെ ലുലു പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തത്, അതിൻ്റെ കൂടെ ഞാൻ ആ ക്ലിപ്പിങ് ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. 1,800 മുകളിലാണ് 1 കിലോ ഇന്ത്യൻ പച്ചക്കറിക്ക്. നമ്മുടെ നാട്ടിൽ നട്ട് വളർത്തുന്ന 1 കിലോ പയറിൻ്റെ വില 2,400. അതായത് ഏകദേശം 750 രൂപ 1 കിലോ പയറിന്. ബീൻസ് പയർ, നമ്മുടെ അച്ചിങ്ങ പയറല്ലേ, 750 രൂപ ഇന്ത്യൻ മണിയിലോട്ട് കണക്ക് കൂട്ടുവാണെന്നുണ്ട്. ഇതുപോലെ ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കും? അപ്പം ഇതൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രൈസ് കൂടാനുള്ള സാധ്യത. കാരണം എന്താണ്? എനർജി ഇല്ല, അതായത് ഓയിൽ പ്രൈസ് കൂടുന്നു, അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു, അതിനനുസരിച്ച് അവർ സാധനത്തിന് വില കൂട്ടുന്നു. നമുക്ക് വേറെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം സുഗമമായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള വരവുണ്ടെങ്കിൽ മാത്രമല്ല അങ്ങനെ സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയുന്നത്, ഓരോ രാജ്യങ്ങളിലും സാധനങ്ങൾക്ക് സാധനങ്ങൾക്ക് വില തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കണ്ടറിയത്തില്ല. ഇത് മുന്നോട്ട് വീണ്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ പരിതാപകരമായിരിക്കും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇപ്പോൾ പോകണമെങ്കിൽ തന്നെ ഒരു ടിക്കറ്റിന് ഏകദേശം 450 രൂപയാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം ഒരാൾക്ക് ഇവിടുന്ന്, ഒരു തലയ്ക്ക് 20,000, 25,000, 30,000 രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ടിക്കറ്റിനാണ് ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഒരാൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ വളരെ മോശം രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് രാത്രി ഇപ്പോൾ രാവിലെ അവിടെ അണ്ണൻ കിടന്നുറങ്ങുകയാണ്. രാവിലെ പുള്ളി എഴുന്നേൽക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് നമുക്കുള്ള അറിയത്തില്ല. എന്തായാലും കാര്യങ്ങൾ നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് കാര്യങ്ങൾ വേഴ്സ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം, എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പം നമുക്ക് ചാർട്ടിലോട്ട് വരാം. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്കിലി അനാലിസിസ് നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് പറഞ്ഞ കാര്യം? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീക്കിലി അനാലിസിസ് നടത്തിയപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നോക്കിക്കേ, വെരി ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ചു വരുവാണ്. 45 മിനിറ്റ്സിൻ്റെ നമ്മളൊരു ചാർട്ട് വരച്ചായിരുന്നു അല്ലേ? എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയല്ല, നമ്മൾ അവധി ദിവസമാണ് അല്ലേ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഇങ്ങനൊരു ചാർട്ട് ഞാൻ വരച്ചിട്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ കാണാത്തവരാണെന്ന് ജസ്റ്റ് അതൊന്ന് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇപ്പം പലരും വ്യൂ വളരെ കുറവാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ, കാരണം വലിയ സംഭവവികാസങ്ങൾ
ചാർട്ടിനകത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും വലിയ പഴയ മാതിരിയുള്ളൊരു എഫേർട്ട് ആർക്കും ഇല്ല. അപ്പോൾ എന്നെ കാണുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും അടിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ 10,000 ആൾക്കാർക്ക് മേളിലില്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുന്നവർ ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും അടിക്കുക. കമൻറ്റ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ, ഒരു ക്ലിക്ക് മാത്രം മതിയല്ലോ, ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു 45 മിനിറ്റ്സിൻ്റെ ചാർട്ട് നമ്മൾ വരച്ചായിരുന്നു. ആ വരച്ച് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെയാണ്, ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ചാർട്ട് ഇത് വരച്ചത് ഇല്ലേ. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇത് തട്ടി തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിലേക്ക് എത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഇത് 993 1000 പോയിൻറ്റിനടുത്തുണ്ട് ഈ റീസെൻറ്റ് ബോട്ടം. ഇപ്പോൾ ഈ റീസെൻറ്റ് ബോട്ടത്തിൽ നിന്നും ഈ പറയുന്ന ഹൈ വരെ ഏകദേശം മാർക്കറ്റ് 1000 പോയിൻറ്റിനടുത്തുണ്ട് ഇല്ലേ. അപ്പോൾ ആ 1000 പോയിൻറ്റിൽ ഏകദേശം ഇപ്പം എത്ര വീണു മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് ഏകദേശം, ഞാൻ ശാന്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ബോറടിക്കില്ല, 650 പോയിൻറ്റോളം വീണിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? റീസെൻറ്റ് ഹൈയിൽ നിന്ന് 650 പോയിൻറ്റോളം മാർക്കറ്റ് അവിടെ വീണു. ഓക്കെ, അപ്പം ഇനിയും നാളത്തെ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനല്ലേ, ഈ ട്രെൻഡ് ലൈനിന് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നോക്കുവാണെങ്കിൽ 22,650 ഈ ട്രെൻഡ് ലൈനിലായിരിക്കണം മിക്കവാറും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 45 മിനിറ്റ്സിൽ നിങ്ങൾ ജസ്റ്റ് ചാർട്ട് നാളെ ഒന്ന് നോക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഈ ലൈൻ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ ട്രെൻഡ് ലൈൻ പൊട്ടി അകത്ത് കയറുന്നുണ്ട് നോക്കുക. ഡേ വൈസിൽ ഈ ട്രെൻഡ് ലൈൻ പൊട്ടി ഡേ വൈസിൽ ഇതിനകത്ത് ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡേ വൈസിൽ ഈ ട്രെൻഡ് ലൈൻ അകത്ത് ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. 22,470 എന്ന് പറയുന്ന റീസെൻറ്റ് ബോട്ടം ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഈ 1000 പോയിൻറ്റിൻ്റെ കറക്ഷൻ കംപ്ലീറ്റ് ആവും. ഇവിടുന്ന് 1000 പോയിൻറ്റ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ പറ്റിച്ച് 1000 പോയിൻറ്റ് വെറുതെ മുകളിലോട്ട് കയറി ആ 1000 പോയിൻറ്റ് തന്നെ തിരിച്ചിറങ്ങാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായി പറഞ്ഞ് നാളത്തെ ദിവസം ഈ ട്രെൻഡ് ലൈനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ, ഈ റീസെൻറ്റ് ലോ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങൾ ഇതും പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ താഴത്തെ ട്രെൻഡ് ലൈൻ ഒരു പക്ഷെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണെന്നുള്ള കാര്യം ഓരോ ദിവസങ്ങളിൽ ന്യൂസുകളാണ് മാർക്കറ്റ്. അപ്പം ഇത്രയും ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലിരിക്കുക. കഴിഞ്ഞ ദിവസം കാണാത്തവർ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നല്ലോ നമുക്ക് അവധി ഇല്ലേ. അപ്പോൾ വ്യാഴാഴ്ചയായിരുന്നു ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ വ്യാഴാഴ്ചത്തെ ജസ്റ്റ് നിങ്ങളതൊന്ന് കാണുക. വ്യാഴാഴ്ചത്തെ പിന്നെ നമ്മുടെ പ്രീ മാർക്കറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം നിലവിൽ ഇതാണ് അവസ്ഥ. ഓക്കെ, ഡേ വൈസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇതിനകത്ത് ക്ലോസിങ് വരുവാണെന്നുണ്ടെങ്കിൽ സംഗതി പാളും എന്നുള്ള കാര്യം മറന്നുപോകല്ലോ. അപ്പോൾ ആ കാര്യം കഴിയും. അപ്പോൾ നമുക്കിനി നമ്മളുടെ 5 മിനിറ്റ്സിലോട്ട് വരാം. 5 മിനിറ്റ്സിലോട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാനില്ല. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം നമുക്ക് ആർക്കാണ്ട് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം പറ്റിച്ച് ഏകദേശം 500 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് മുകളിലോട്ട് കയറി അതിനുശേഷം ആ പോയ മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്തതിന് ശേഷം ആ 500 പോയിൻറ്റ് തന്നെ ഇന്നലെ വീഴുകയും ചെയ്തു ഇല്ലേ. അപ്പം മൊത്തത്തിൽ നമുക്ക് റീറ്റെയിലേഴ്സിന് മുഴുവൻ പണി തന്ന് അവരവരുടെ പ്ലാൻ സക്സസ് ആയിട്ട് നടത്തി. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 22,750 നമുക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് വേണ്ടായല്ലോ, 500 മോൾ കയറി 500 പോയി. അപ്പോൾ ആ കാര്യം വിട്ടേരെ, ഞാൻ ഓൾറെഡി ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ പറയുന്ന 22,750 നാളെ മിക്കവാറും ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 22,750 താഴെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 22,632 ആയിരിക്കും നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രീവിയസ്ലി ഒരു ലോ ഉണ്ട് ഇവിടെ. ആ ലോ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. നാളെ എക്സ്പയറി ഡേ ആണ്, തിങ്കളാഴ്ച എക്സ്പയറി ഡേ ആണ്, ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയാണ്.
അപ്പം നാളെയാണ് എക്സ്പയറി ഡേ. അപ്പം ഈ ഈ ഈ പറയുന്ന 22,632 നോക്കുക എന്താ സംഭവിക്കുന്നുള്ള കാര്യം. അല്ല അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ 22,500 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അവിടെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 45 മിനിറ്റ്സിൻ്റെ ആ ട്രെൻഡ് ലൈൻ ആ ചാനലും കൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. കാരണം നമ്മളിപ്പം കൂടുതൽ സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്താണ് സംഭവിക്കുന്നത്, അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും 22,750, 22,500 ഈ 2 പോയിൻ്റാണ് നമുക്ക് പ്രധാനപ്പെട്ട ലൈനുകൾ. ഇവിടെ വന്ന് ഇടയ്ക്കൊരു സപ്പോർട്ടുണ്ട്, ആ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമോ ഇല്ലെന്നുള്ള കാര്യം നോക്കുക. ന്യൂസുകളായിരിക്കും മാർക്കറ്റിനെ നയിക്കുന്നത്, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിവതും നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്ത് വേണം, തുടർന്ന് പോകണോ വേണ്ട എന്നുള്ള കാര്യം വിശദമായിട്ട് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും നമുക്ക് വേറെ ഒന്നും പറയാനില്ല. 51,938 ഇത് പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 50,000 വരെയൊക്കെ 50,300 വരെയൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാങ്ക് സെക്ടർ പ്രത്യേകിച്ച് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മുടെ HDFC നല്ല നെഗറ്റീവ് ട്രെൻഡിലാണ്. പല പ്രശ്നങ്ങൾ HDFC അലട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു റിക്കവറി ഉണ്ടാകുമോ ഇല്ലെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 12,296 ആയിരിക്കും ഒരു നാളത്തെ സപ്പോർട്ട്. ആ സപ്പോർട്ട് പൊട്ടിയാൽ 12.37 വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ്. സെൻസെക്സിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സെൻസെക്സിൽ പലരും കൃത്യമായിട്ട് നമ്മുടെ ലെവലിലാണ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്, ഇല്ലേ? അപ്പോൾ നാളെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 772, 750 താഴെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇതിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടെയൊക്കെ വരാനുള്ള സാധ്യത 71,383 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് കയറുവാണെങ്കിൽ എന്ത് സംഭവിക്കാൻ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ. രാത്രിയിൽ എന്ത് സംഭവിക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴത്തെ സിനാരി വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. എന്തായാലും രാവിലെ നമുക്ക് നോക്കാം. എന്തെങ്കിലും അൺയൂഷ്വലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ നേരത്തെ തന്നെ വോയിസ് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.